രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചാണ്. ശക്തമായ നീക്കം നടത്താൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. പഴയ പോലെയുള്ള സമീപനമല്ല ഇനി നേതാക്കന്മാരോട് രാഹുൽ ഗാന്ധി കൈക്കൊള്ളാൻ വേണ്ടി പോകുന്നുള്ളത്. പ്രവർത്തകരോടും ഇത്തിരി കടുപ്പിച്ച് തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിരുന്നു മുംബൈയിൽ RSSനെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട മുംബൈ കോടതിയിൽ ജാമ്യമെടുക്കാൻ വന്ന സമയത്ത് മുംബൈയിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ആ വെള്ളപ്പൊക്കത്തിൽ കോൺഗ്രസുകാർ എടുത്ത ചില നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നത്. എവിടെയായിരുന്നു വെള്ളപ്പൊക്ക സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ? പാവങ്ങളെ സഹായിക്കേണ്ട സമയത്ത്, സാധാരണക്കാർ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് വളരെ ശക്തമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ളത്. ഈ മഴയത്ത് പോലും, ഈ ശക്തമായ മഴയത്ത് പോലും തന്നെ കാണാൻ വന്നവരോട് ഏത് രീതിയിലുള്ള നന്ദിയാണ് തനിക്ക് പ്രകടിപ്പിക്കേണ്ടതെന്നറിയുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ പാർട്ടി നേതാക്കന്മാർ മുംബൈ വെള്ളപ്പൊക്കത്തിൽ കൈക്കൊണ്ട രീതി അത് ഒരിക്കലും ശരിയല്ല, അങ്ങനെയല്ല നിങ്ങൾ വേണ്ടത് എന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറയുകയുണ്ടായി. വെള്ളപ്പൊക്ക സമയത്ത് ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ നിന്നാൽ മാത്രമേ നമ്മളും പാർട്ടിയുമൊക്കെ വളരുകയുള്ളൂ. അവരുടെ വേദനകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് പോരാടാൻ തയ്യാറായില്ലെങ്കിൽ ഒന്നുമാവില്ല എന്ന രീതിയിൽ ശക്തമായ ഭാഷയിൽ നേതാക്കന്മാർക്ക് നല്ല ചുട്ട മറുപടി രാഹുൽ ഗാന്ധി കൊടുക്കുകയുണ്ടായി. പുതിയ രാഹുൽ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ക്ഷുഭിതമായിട്ടുള്ള ആ ഒരു മുഖം പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ മനസ്സിലാവാൻ വേണ്ടി സാധിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.